എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വോയിസ് എന്ത് ചെയ്യും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം നമുക്ക് അതിന് റിഫൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പാരന്റ്സിനോട് ഹെൽപ്പ് ചോദിക്കുന്നതുകൊണ്ട് വിരോധമല്ല. സർവസ് കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്താലാണ് മാൽ പ്രാക്ടീസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഉമ്മാക്കോ അല്ല അറിയുന്ന ഏട്ടത്തി അങ്ങനത്തെ വലിയ വലിയ ആളുകളോട് ഹെൽപ്പ് സഹായം തേടുന്നതുകൊണ്ട് വിരോധമല്ല. ഓക്കെ 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 ഒന്ന് ആദ്യം മുതൽ തന്നെ ഒന്ന് കാണിക്കാമെന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ആ ഇന്റർഫേസ് ക്ലോസ് ചെയ്താൽ തന്നെ പോകും. നമ്മൾ പോർട്ടൽ ഓക്കെ അല്ലേ? ഇതിലാണ് നമ്മളിനി ആദ്യം നിങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഈ ഇന്റർഫേസിൽ ഇനി വരാനുള്ളൊരു ഇന്റർഫേസിൽ ഇവിടെ ഉണ്ടാവാം 7 മണി കഴിയുമ്പോൾ പിന്നീട് ആക്റ്റീവായിട്ട് കാണിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇൻകംപ്ലീറ്റഡ് ആണ് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ അതേമാതിരി എക്സിറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ക്ലിക്ക് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഈ ചെക്കിംഗ് പ്രോസസ്സ് എന്തായാലും കംപ്ലീറ്റ് ആക്കിയാലേ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മളിവിടെ പെർമിഷൻ ഏതെങ്കിലും ഒന്ന് ഡിസേബിൾ ആയി തന്നെ സൗണ്ട് കൊടുക്കാം നമുക്ക് മൈക്ക്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഓക്കെ, ഇവിടെ കണ്ടോ മൈക്രോഫോൺ ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പോയിട്ട് എനേബിൾ ചെയ്യുന്നു, വീണ്ടും ട്രൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത് കാണിക്കും. ഇഷ്യൂസ് ഉണ്ടോന്ന് തന്നെ ചെക്ക് ചെയ്യുന്നു. വോയിസ് ഡിറ്റക്ട് ചെയ്യുന്ന വോയിസ് ഒന്ന് ചെക്ക് ചെയ്യും, എങ്ങനെ വർക്കിംഗ് ഫൈൻ ആണോ എന്നുള്ളതൊക്കെ. നാളെ രാത്രി 7:30ക്കാണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 7:30 മുമ്പായിട്ട് തന്നെ എല്ലാവരും സെറ്റായി എക്സാമിന് തയ്യാറെടുപ്പായിട്ട് ഒരു പേപ്പറും ഹോൾ ടിക്കറ്റ് പ്രിന്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ ആയിട്ട് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഫൈൽ ഫോട്ടോ ഫോർ വെരിഫിക്കേഷൻ നിങ്ങൾ തന്നെ അല്ലേ എന്നുള്ളതിൽ വെരിഫൈ പ്രോസസ്സ് നിങ്ങൾ ഇവിടെ കാണിക്കുന്നതിന് കുഴപ്പമില്ല, ഇവിടെ ബോധേഡാവേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കുള്ള ഗൈഡ് ലൈൻസ് കാണിക്കും, നിങ്ങൾ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നമ്മൾ ഹോൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളെ ഹോൾ ടിക്കറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതുവരെ മാൾ പ്രാക്ടീസിന്റെ പേരാണ്. പേജ് നോട്ട് പ്രസന്റ്. നമ്മളെപ്പോഴും ക്യാമറയിൽ തന്നെ പ്രസന്റ് ആയി നിൽക്കുന്നത് നിർബന്ധമാണ്, അല്ലാത്ത സമയം അത് ഒരു മാൽ പ്രാക്ടീസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യും. പിന്നെ നമ്മൾ ടാബ് ഇവിടുന്ന് ഈ ടാബ് സ്വിച്ച് ചെയ്ത് വേറെ ടാബ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. പെർമിഷൻ റിവോക്ക്, നമ്മൾ പെർമിഷൻ നമ്മൾ ആദ്യം എനേബിൾ ചെയ്തില്ലേ, ക്യാമറയുടെ മൈക്കിന്റെ ഒക്കെ പെർമിഷൻ, അത് റിവോക്ക് ചെയ്താലും ക്യാമറ ഓഫ് ആക്കിയിട്ടാലും എന്ത് ചെയ്യും, നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അത് അണ്ടർസ്റ്റാൻഡ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ടിക്ക് അടിച്ചിട്ട് നെക്സ്റ്റ് അടിക്കാം. പിന്നെ നമുക്ക് എക്സാം എഴുതുന്ന നിർദ്ദേശങ്ങളാണ്. ഓക്കെ, നമ്മൾ ടെസ്റ്റ് തുടങ്ങണ കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് അരമണിക്കൂറുണ്ട് ഈ സെറ്റപ്പിന് വേണ്ടിയിട്ട് മാത്രം. നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഈ സെറ്റപ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. എക്സാമിന് തയ്യാറെടുക്കുക. 8 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതും നമ്മൾ വായിച്ചു എന്ന് ഉറപ്പുവരുത്തുക. പിന്നീട് ലാംഗ്വേജ്, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജസ് കൊടുത്തിട്ടുണ്ടാവും. ഇംഗ്ലീഷ് മലയാളം, ഇംഗ്ലീഷ് തമിഴ്, ഇംഗ്ലീഷ് കന്നഡ, അങ്ങനെ 3 ലാംഗ്വേജ് പേഴ്സണലാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ഇവിടെ കാണിക്കുക, ഇംഗ്ലീഷ് മലയാളം സെലക്ട് ചെയ്ത സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് മലയാളം അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിലേതാണ് നിങ്ങൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, എക്സാം സ്റ്റാർട്ട് ആവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ആൻസറുകളും കാണിക്കുകയാണ് ചെയ്യാം.
ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ വെബ് പെർമിഷൻ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി ക്ലോസ് ആപ്ലിക്കേഷൻ ചെയ്യുന്നു, ഒന്നുകൂടി ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് എല്ലാ കേസുകളും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. അഥവാ ഇനി പോയി കഴിഞ്ഞാലും എന്താ വെറുതെ ഇതാവാൻ്റെ ആവശ്യമൊന്നുമില്ല, ആവശ്യമൊന്നുമില്ല. ട്രൈ ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക. നമുക്ക് ടൈം ഉണ്ട്, ഏകദേശം 1 മണി. നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം എക്സിറ്റ് ആവുള്ളൂ. സാർ നമ്മുടെ ഡെമോ അവസാനിച്ചിട്ടുണ്ടോ? ഇല്ല, നീ എക്സാമിന്റെ ഒരു സെറ്റപ്പ് കൂടി നമുക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം അവസാനിപ്പിക്കാം. ആപ്പിലൊന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡെസ്ക്ടോപ്പിൽ, നമ്മൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അങ്ങനത്തെയൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് കാണിക്കാം. നമുക്ക് എക്സാം എന്ത് ചെയ്യാം, ഒരു ആൻഡ്രോയിഡ് ആപ്പിലാക്കാം. നമുക്ക് ഇപ്പോൾ നമ്മുടെ എക്സാമിന് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് കാണിച്ചു തരാവുന്നതാണ്. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് തിങ്ക് എക്സാം എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ സാറേ? ഫോണിന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെയാണ്. ഓക്കെ, പ്ലേ സ്റ്റോറിൽ പോവാം. തിങ്ക് എക്സാം എന്ന് സെർച്ച് ചെയ്യാം. ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ വരുന്നൊരു ഇന്റർഫേസ് വരാം. അതിൽ നമ്മൾ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഇവിടെ SNEC എന്ന് ടൈപ്പ് ചെയ്യാൻ മതി. ഫസ്റ്റ് കാണുന്ന ഇന്റർഫേസിൽ SNEC ടൈപ്പ് ചെയ്യാം. SNEC, സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഷോർട്ട് നെയിമായ SNEC എന്ന് ടൈപ്പ് ചെയ്യാം. കണ്ടിന്യൂ അടിക്കാം. പിന്നീട് ലോഗിൻ ID ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഹോൾ ടിക്കറ്റിൽ നൽകിയിട്ടില്ല. യൂസർ നെയിം അതെന്ത് ചെയ്യാം, ഫസ്റ്റ് കൊടുക്കാം. പാസ്വേഡ് രണ്ടാമത് കൊടുക്കാം. സൈൻ ഇൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇന്റർഫേസ് വരും. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. മൈ ടെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി 2-3 എണ്ണം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് റിസ്യൂം കാണിക്കുന്നത്, അല്ലെങ്കിൽ മൈ ടെസ്റ്റ് സ്റ്റാർട്ട് എന്ന് കാണിക്കുക. അപ്പൊ റിസ്യൂം ചെയ്യാം. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നുണ്ട് സ്ക്രീൻ ക്യാപ്ചർ റിക്വയർഡ് ടെസ്റ്റ്. ഓക്കെ, അലോ കൊടുക്കുക. എൻ്റെ സ്ക്രീൻ തന്നെ ചൂസ് ചെയ്യണം, അല്ലാത്ത പക്ഷം എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് അടിക്കാം. നമ്മളൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മളെ ഇൻസ്ട്രക്ഷൻസ് ആണ്, ഒന്ന് വായിക്കുക. ഇവിടെ കണ്ടില്ല, ക്വസ്റ്റ്യൻ റിമൈനിങ്, റിവ്യൂ ക്വസ്റ്റ്യൻസിനൊക്കെ കളർ അറ്റംപ്റ്റ്സ് ഉണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഒന്ന് വായിക്കാം. 1/2 മണിക്കൂർ സമയമുണ്ട്. നമ്മളോട് ഏത് ലാംഗ്വേജിലാണ് എക്സാം എന്തെന്ന് ചോദിക്കുകയാണ്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, എക്സാം വരുന്നു. നമ്മൾ എക്സാമിന്റെ സമയത്ത് ക്യാമറ ഓൺ ആയിരിക്കും. നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യും, സൗണ്ട് ഡിറ്റക്ട് ചെയ്യും. നമ്മൾ എന്തെങ്കിലും നോയിസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ പറഞ്ഞു തരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ കഴിയും. അപ്പോൾ അത് മനസ്സിലാക്കി മാൽ പ്രാക്ടീസ് ഇല്ലാതെ ചെയ്യാം. ആൻസർ സെലക്ട് ചെയ്യാം, നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്താണ് അതിന്റെ കറക്റ്റ് ആൻസർ നോക്കിയിട്ട് നെക്സ്റ്റ് അടിക്കുക. പിന്നെ റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ കാണിക്കാം. ഇവിടെ ലെഫ്റ്റ് കോർണറിലെല്ലാം 3 ബട്ടൺസ് അമർത്തി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു എന്നുള്ളത് നമ്മൾക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസ്, നോട്ട് വിസിറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ അടിയെന്ന് കാണുന്നതൊക്കെ.
ഓക്കെ, അങ്ങനെ കാണിക്കും. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നുകൂടി വായിക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളൂ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തതിനു ശേഷം ഏകദേശം 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ശരിയാ പ്രോഗ്രാമിന് നമ്മൾ മതപരമായ രീതിയിലുള്ള കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈഫ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് നമ്മൾ സോഷ്യൽ സയൻസ്, അങ്ങനെ സയൻസ്, PCM റിലേറ്റഡ് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ കൂടുതൽ അങ്ങനത്തെ ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, അന്ന് ശ്രദ്ധിച്ച് പ്രിപ്പയർ ആവാം, എക്സാം അറ്റൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ ലാസ്റ്റ് എക്സാം ഒക്കെ കംപ്ലീറ്റ് ആയി എന്ന് റിവ്യൂ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സബ്മിറ്റ് ചെയ്തു, എക്സാം ഓവർ. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇനി ഒന്നുകൂടി കാണിക്കണോ? ഇനി എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും ഏരിയയിൽ ഡൗട്ട്സ് ഉണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി ഓരോ ആൾക്കാർക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് സെഷൻ കൊടുക്കാം അല്ലേ? അതെ, ഇപ്പോ മിസ്റ്റർ സാജ് സാറ് നമ്മുടെ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട ഡെമോ വളരെ കൃത്യമായി കാണിച്ചു തന്നു. ഇൻഷാല്ല ഇതിന്റെ ഒരു റെക്കോർഡ് നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇൻഷാല്ല നാളെ ഷെയർ ചെയ്യും. അപ്പൊ ആ സമയത്ത് ഒരു തവണ കൂടി ഈ ഒരു ഡെമോ എക്സാമിന്റെ ഭാഗം എല്ലാവരും കണ്ട് ഉറപ്പുവരുത്തുക. അതുപോലെ ഏറ്റവും പ്രധാനമായി ഇതിലെ ഓരോ വിവിധ സ്റ്റെപ്പുകൾ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പുകളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ പ്രയാസം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇൻഷാല്ലാ ഇനി വളരെ കുറഞ്ഞ സംശയങ്ങൾ മാത്രം സോൾവ് ചെയ്യാം. യൂസർ നെയിം സ്റ്റുഡൻസ് നെയിം ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തന്നെയാണ് യൂസർ നെയിമും പാസ്വേഡും ആയിട്ട് നൽകേണ്ടത്. ഇൻഷാല്ലാ ഈ സ്റ്റെപ്പുകൾ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു വീഡിയോ റെക്കോർഡും ഇൻഷാല്ലാ നാളെ രാവിലെ നേരത്തെ തന്നെ അത് ഷെയർ ചെയ്യും. ആ സമയത്ത് എല്ലാവരും ഒരു തവണ കൂടി കാണുക. അതുപോലെ ഈ ഒരു എക്സാമിലേക്ക് ബൈനാത്ത് സ്ട്രീമിലേക്കോ ലൈഫ് പ്ലസ് എക്സാമിലേക്കോ ഇനിയെങ്കിലും ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അവർക്കും എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സ്പോട്ടായിട്ട് ഇനി നേരത്തെ വെബ്സൈറ്റിലൂടെ തന്നെ അപ്ലൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിൽ മറ്റൊക്കെ ഇത് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷൻ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി എക്സാമിന് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഗ്രൂപ്പിൽ ഈ ഒരു മെസ്സേജ് രൂപത്തിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതെ, രണ്ടാമത് കാണിച്ചത് ഫോണിൽ ചെയ്യാൻ പറ്റും. രണ്ടാമത് കാണിച്ചത് ആ രീതിയിൽ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പറയപ്പെട്ട രീതിയിൽ ഇൻഷാല്ലാ അതിന്റെ സ്റ്റെപ്സ് വളരെ കൃത്യമായി നിങ്ങൾക്ക് ഒന്നുകൂടി ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ലാംഗ്വേജ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, അതായത് ഇപ്പൊ മലയാളികളാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷും ഉണ്ടാകും, മലയാളം ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് മലയാളമാണ് കംഫർട്ടബിൾ എങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ കന്നഡ സെലക്ട് ചെയ്ത കുട്ടികളുണ്ട്, തമിഴ് സെലക്ട് ചെയ്ത കുട്ടികളുണ്ട്. അപ്പോൾ കന്നഡ സെലക്ട് ചെയ്ത് കന്നഡ ഇംഗ്ലീഷാണ് കാണിക്കുക. തമിഴ് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് തമിഴ് ഇംഗ്ലീഷാണ് കാണിക്കുക. മലയാളം ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് മലയാളം ഇംഗ്ലീഷാണ് കാണിക്കുക. ഓക്കെ, രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക എന്നാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. ആപ്പിൽ എക്സാം എഴുതാം. അതാണ് നമ്മളിപ്പോ കാണിച്ചിട്ടുള്ളത്. സ്ക്രീൻ ഷെയർ ചെയ്ത് രണ്ടാമത് സ്ക്രീൻ ഷെയർ ചെയ്തത് ആപ്പിൽ എങ്ങനെ എക്സാം എഴുതാം എന്നുള്ളതാണ്. ആപ്പ് വഴിയും സൈറ്റ് വഴിയും എക്സാം അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആപ്പ് വഴി എക്സാം അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ആപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ രാവിലെ നേരത്തെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആപ്പ് വഴി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതെല്ലാം സിസ്റ്റം നിങ്ങൾക്ക് സൈറ്റ് വഴിയും ചെയ്യാം. ഒരു കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വെബ്സൈറ്റ് വഴിയും അറ്റൻഡ് ചെയ്യാം.
ആപ്പിന്റെ നെയിം തിങ്ക് എക്സാം എന്നതാണ്. ഡെമോ ലിങ്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു എൻട്രൻസ് എക്സാമിന്റെ സമയത്ത് നമ്മൾ അയച്ചിട്ടുള്ള ഒരു ഡെമോ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഗൂഗിൾ ഫോം വഴിയുള്ള ഡെമോ ലിങ്ക് ആണ്. ഏകദേശം ആ രീതിയിൽ തന്നെ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കാനുള്ള രീതിയിലുള്ള ഒരു ഡെമോ ലിങ്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, 4 ഉത്തരങ്ങൾ ഉണ്ടാകും. അതിൽ ശരിയുത്തരം മാത്രം സെലക്ട് ചെയ്യുന്ന രീതിയിലാണ് എക്സാം ഉള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മറ്റ് കൺഫ്യൂഷൻസിനൊന്നും സാധ്യതയില്ല. ഈ ടെക്നിക്കൽ ഭാഗങ്ങളാണ്, അതായത് ആദ്യം നമ്മൾ ആരംഭിച്ചിട്ടുള്ള ടെക്നിക്കൽ ഭാഗങ്ങളാണ് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അത് ക്ലിയർ ആക്കാനാണ് ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. ഹോൾ ടിക്കറ്റിൽ നമ്മളെ URL-ന്റെ നമ്മളെ ഈ ആപ്പ് നമ്മളെ എക്സാം എഴുതുന്ന പോർട്ടലിന്റെ QR കോഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ആ ഒരു വെബ്സൈറ്റിലേക്കാണ് പോവാം. സാർ അത് iOS-ൽ വർക്ക് ചെയ്യുന്ന ആപ്പാണോ തിങ്ക് എക്സാം? അതെ iOS-ലും കിട്ടും. iOS-ൽ ഡെമോ കാണിക്കണോ? അതെ, പിന്നീട് ഇന്റർവ്യൂ ഉണ്ടാകും. ചെറിയൊരു ഇന്റർവ്യൂ നിങ്ങൾക്ക് സംഘടിപ്പിക്കപ്പെടും. നിങ്ങൾക്ക് സ്ഥാപനം ചെന്ന് വിസിറ്റ് ചെയ്ത് സ്ഥാപനത്തിൽ വെച്ച് ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് ഇപ്പൊ നമ്മൾ നിലവിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ എക്സാം ആണ്. ഒരു എക്സാം സെന്ററിലേക്കോ മറ്റോ പോയിട്ടല്ലല്ലോ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരു പക്ഷേ എക്സാമിൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഒരു ഇന്റർവ്യൂ കൂടി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഒരു പൊട്ടൻഷ്യൽ വളരെ കൃത്യമായി മനസ്സിലാക്കാനും അതുവഴി കുട്ടിയെ അഡ്മിഷൻ എടുക്കാനൊക്കെ കഴിയും. അപ്പൊ ഇന്റർവ്യൂ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ എക്സാമിൽ എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു പൂർവ്വ പെർഫോമൻസ് ഉണ്ടെങ്കിലും ഇന്റർവ്യൂവിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് പരിഹരിക്കാവുന്നതാണ്. അപ്പൊ ഇന്റർവ്യൂ ഉണ്ടാകും. അത് ഇന്റർവ്യൂവിനും 50 മാർക്ക്, ഇപ്പൊ 100 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 50 മാർക്ക് ഇന്റർവ്യൂവിനായിരിക്കും ഇൻഷാ അല്ലാഹ്. iOS-ഉം ആൻഡ്രോയിഡും ആപ്പിന്റെ ഇന്റർഫേസ് സെയിം ആണ്. അതിൽ മറ്റ് പ്രൊസീജിയറിൽ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. ഫസ്റ്റ് വരുന്ന ഇന്റർഫേസിൽ എന്ത് ചെയ്യേണ്ടി വരും, SNEC എന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും. SNEC നെക്സ്റ്റ് അടിക്കുക, SNEC അടിക്കുക, നെക്സ്റ്റ് അടിക്കുക. പിന്നീട് സെയിം പോർട്ടൽ നമ്മൾ കാണിച്ചു പോയി ഒരു യൂസർ ലോഗിൻ ചെയ്യേണ്ടി വരും. യൂസർ നെയിം പാസ്വേഡും വെച്ച് പിന്നെ ടെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റിലേക്ക് എൻ്റർ ചെയ്യും. 7:30 മുതൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. 7:30 നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഈ പറയപ്പെട്ട പ്രൊസീജിയർ ഒക്കെ പൂർത്തിയാക്കി 8 മണിയോടുകൂടെ കൃത്യമായി എക്സാം അറ്റൻഡ് ചെയ്യാം എന്ന രീതിയിലാണുള്ളത്. 7:30 മുതൽ നമ്മൾ പോർട്ടലിൽ ഉണ്ടാകണം. നമ്മൾ ഈ പറയപ്പെട്ട പ്രൊസീജിയർ ഒക്കെ ടെക്നിക്കൽ സൈഡ് എല്ലാം നമ്മൾ ക്ലിയർ ആക്കി വെക്കണം. 8 മണിക്ക് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. എങ്ങനെ സ്റ്റാർട്ട് ചെയ്താലും ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് ആവും. നിങ്ങൾക്ക് 8:30 വരെ എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം, 1 മണിക്കൂർ കഴിഞ്ഞാൽ ബ്രേക്ക് ആവും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യാം പ്രോസസ്സ്. ഓക്കെ, കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ ക്യാമറ ഇല്ലെങ്കിൽ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ വെബ് ക്യാം നിർബന്ധമായും വേണ്ടിവരും. വെബ് ക്യാം അതുപോലെ ഒരു മൈക്രോഫോൺ രണ്ടും വേണ്ടിവരും. ബൈനാത്ത് കോഴ്സിന് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരിക? ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട സംശയമാണ്, നമ്മൾ പറയാൻ വിട്ടുപോയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും SNEC-യുടെ അക്കാദമിക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാവുന്നതും അതിൽ ഓരോ സ്ട്രീമുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അതിൽ എൻട്രൻസ് എക്സാമിന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ ഒരു എക്സാം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നടത്തുന്ന ഓഫ്ലൈൻ എക്സാമുകൾ 2 പേപ്പറുകളായിട്ടാണ് ഉണ്ടാവുക. ഒന്ന് ജനറൽ പേപ്പർ, 2 സബ്ജക്ട് പേപ്പർ. പക്ഷേ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ ഒരൊറ്റ പേപ്പർ മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ. അതിൽ ജനറൽ ചോദ്യങ്ങൾ ഉണ്ടാകും, സബ്ജക്ട് ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോ ബൈനാത്ത് സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലൈഫ് പ്ലസ് സ്ട്രീമിൽ അപ്ലൈ ചെയ്ത ആളുകൾക്കുള്ള ജനറൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് സമസ്ത മദ്രസ 5ാം ക്ലാസ്സിലെ ചോദ്യങ്ങൾ, സമസ്ത മദ്രസ 5ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്ന്. 2 സ്കൂൾ 7ാം ക്ലാസ്സിലെ ചോദ്യങ്ങൾ, സ്കൂൾ 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. മറ്റൊരു ചോദ്യം സമസ്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ.
അതുപോലെ IQ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ബുദ്ധി പരീക്ഷിക്കാൻ, നിങ്ങളുടെ ബുദ്ധിയുടെ അളവ് അളക്കാനൊക്കെ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ജനറൽ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നത്. അതായത് ഇത്തരം ജനറൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോ അത് നമ്മൾ അക്കാദമിക് പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്നു കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷാല്ലാ ഗ്രൂപ്പിൽ ഒരു ഡെമോ എക്സാം ലിങ്ക് ഒരിക്കൽ കൂടി ഇപ്പോൾ ഷെയർ ചെയ്യും. അപ്പോൾ ആ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. വളരെ ചുരുങ്ങിയ ചോദ്യങ്ങൾ മാത്രമേ അതിൽ നൽകിയിട്ടുള്ളൂ. മറ്റൊരു കാര്യം സബ്ജക്ട് പേപ്പറാണ്. ബൈനാത്ത് സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്ത ഒരാളെ സംബന്ധിച്ച് സബ്ജക്ട് പേപ്പറിൽ വരിക മദ്രസ 5 വരെയുള്ള ചോദ്യങ്ങൾ. മദ്രസ 5 ക്ലാസ്, അതായത് ഒരു 5ാം ക്ലാസ് മദ്രസ പൊതുപരീക്ഷ ക്ലാസ് പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് ബൈനാത്ത് സ്ട്രീമിന്റെ സബ്ജക്ട് പേപ്പറിൽ വരിക. അത് ആ വിദ്യാർത്ഥി ആ ഒരു ഏജിൽ അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങൾ എന്നാണ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. അതിൽ കൂടുതൽ ചോദ്യങ്ങൾ വരില്ല. അപ്പൊ വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ് സബ്ജക്ട് പേപ്പറിൽ. അതായത് ഒരൊറ്റ പേപ്പറായിട്ട് തന്നെയാണ് എങ്കിലും സബ്ജക്ട് ചോദ്യങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് വരിക. എന്നാൽ ലൈഫ് പ്ലസിലേക്ക് അപ്ലൈ ചെയ്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ 7ാം ക്ലാസ്സിലെ മാത്സ്, സയൻസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോ ലൈഫ് പ്ലസിലേക്ക് അപ്ലൈ ചെയ്തവർ കൂടുതലായി പ്രതീക്ഷിക്കേണ്ടത് മാത്സ്, സയൻസ്, സ്കൂൾ 7ാം ക്ലാസ്സിൽ മാത്സ്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും, ബൈനാത്ത് സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്തവർ കൂടുതലായി പ്രതീക്ഷിക്കേണ്ടത് ആ വിദ്യാർത്ഥി ആ ഒരു ഏജിൽ സമസ്ത മദ്രസ 5ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലും അതുപോലെ വിദ്യാർത്ഥി മൊത്തത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമികമായ വിഷയങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് ഇന്റർവ്യൂ ബൈനാത്ത് സ്ട്രീമിലുള്ളവർക്ക് അവരുടെ ഹിഫ്ളും മറ്റൊക്കെ നോക്കുന്ന രീതിയിലുള്ള ഇന്റർവ്യൂ, അതുപോലെ ലൈഫ് പ്ലസിലേക്കുള്ളവർക്ക് ആ രീതിയിലുള്ള ഇന്റർവ്യൂ ഒക്കെ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. നിങ്ങൾക്ക് വിഷയങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു വീഡിയോ റെക്കോർഡഡ് വീഡിയോ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. അപ്പോൾ അത് ഒരു തവണ കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. നാളെയാണ് അത് ഷെയർ ചെയ്യുക. നമുക്കത് ക്രോപ്പ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് അത് തയ്യാറായ ഉടനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. 7ാം ക്ലാസ്സിലെ സ്കൂൾ 7ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ എളുപ്പമുള്ള ഒരു എക്സാം ആണ്. കാരണം 4 ഓപ്ഷൻസ് അവിടെ നൽകുന്നുണ്ട്. നമുക്ക് ശരിയുത്തരം മാത്രം സെലക്ട് ചെയ്താൽ മതി. നമ്മളൊരു ഉത്തരം സ്വയം കണ്ടെത്തേണ്ടതില്ല, സ്വയം ടൈപ്പ് ചെയ്യേണ്ടതില്ല. ശരിയുത്തരം മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോ ആ രീതിയിലാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയി വളരെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. കൂടുതൽ ചോദ്യങ്ങളില്ല എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഈ ഒരു സെഷൻ ആരംഭിച്ചിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറോളം ആകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ സെഷന്റെ റെക്കോർഡഡ് വീഡിയോ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലൂടെ നമ്മൾ ഷെയർ ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തവണ കൂടി കാണാവുന്നതാണ്. ഏറ്റവും പ്രധാനമായി ആദ്യം സൂചിപ്പിച്ച വിഷയം, എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് എനിക്ക് ഇന്നതാണ് പ്രശ്നം എന്നൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ നമുക്കത് പെട്ടെന്ന് റീഡ് ചെയ്യാനും നിങ്ങളുടെ പ്രശ്നം പെട്ടെന്ന് കണ്ടുപിടിക്കാനും സാധിക്കും. അതല്ല നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനും സമയമെടുക്കും. നിങ്ങൾക്ക് പറഞ്ഞു തരാനും പ്രയാസം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ സമയം ഒരുപാട് കളയും. അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നമെങ്കിൽ സ്പോട്ടിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് 2 ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്, അതിലേക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ ഉടൻ തന്നെ അത് ചെക്ക് ചെയ്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതനുസരിച്ച് ചെയ്താൽ എക്സാം വളരെ സുഗമമായി പൂർത്തിയാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓൾറെഡി ഈ ഒരു വർഷം തന്നെ ലൈഫിൽ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കുള്ള +2 ബയോളജി സയൻസും നീറ്റും നൽകുന്ന ലൈഫ് സ്ട്രീമിലേക്ക് ഞങ്ങൾ ഈ രീതിയിലാണ് എക്സാം ആദ്യം, അതായത് ഫസ്റ്റ് ബാച്ചിലേക്കുള്ള എക്സാം ഈ രീതിയിലാണ് നടത്തിയിട്ടുള്ളത്. കുട്ടികളൊക്കെ വളരെ കംഫർട്ടബിൾ ആയി വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു എക്സാം പൂർത്തീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെ നമുക്കും അത് പൂർത്തിയാക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹു നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും വിജയിക്കാനും അവർ പ്രതീക്ഷിക്കുന്ന സ്ട്രീമിലേക്ക് തന്നെ അഡ്മിഷൻ ലഭിക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി ഓർക്കാനും അതനുസരിച്ച് പരീക്ഷയിൽ എഴുതാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സോഷ്യൽ സയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സോഷ്യൽ സയൻസ്, അതായത് സ്കൂൾ 7ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും നിങ്ങൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. ഇനി പ്രത്യേകിച്ചൊരു വിഷയം ചോദിക്കണമെന്നില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇൻഷാ അല്ലാഹ് നാളെ എല്ലാവരും എക്സാം പൂർത്തിയാക്കിയ സന്തോഷമൊക്കെ നമുക്ക് കേൾക്കാൻ തൗഫീഖ് നൽകട്ടെ, അതിനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. ആ സമയത്ത് ഒരു തവണ കൂടിയും കാണുക. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പായി ഇതുപോലെ ടെക്സ്റ്റ് മെസ്സേജായി ചോദിച്ചാൽ നമ്മൾ ഉടനെ തന്നെ മറുപടി നൽകുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്.
ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ SNECയുടെ സിസ്റ്റം അഡ്മിനായ സായ് സാറിനും അതുപോലെ യോഗത്തിൽ പങ്കെടുത്ത് സഹകരിച്ച എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.